ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് പഠിക്കേണ്ടതും അവൻ അറിയേണ്ടതുമായ ഓരോ കാര്യങ്ങളും ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇരിക്കുന്ന ഒരു സുന്ദരമായ സദസ്സ്. ആ സദസ്സിൽ ഒരുപാട് സ്വഹാബത്തുണ്ട്. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഒരുപാട് സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സദസ്സ്. ആ സദസ്സിലേക്ക് ഒരു വെള്ള വസ്ത്രധാരിയായിട്ട് വളരെയധികം ഒരു സുന്ദരനായിട്ട് മുടിയൊക്കെ വല്ലാതെ സുന്ദരമായി ചീകി വെച്ച നിലയിൽ ഒരു യാത്രയുടെ ക്ഷീണം പോലും കാണാത്ത രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരാളിങ്ങനെ കടന്നു വരികയാണ്. കാണാൻ വല്ലാത്ത സുന്ദരമായ ഒരു ചെറുപ്പക്കാരൻ, നല്ല വെളുത്ത മുഖമുള്ള, കാണാൻ നല്ല അഴകുള്ള, നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വന്നു. എന്നിട്ട് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേർക്ക് വന്നിട്ട് അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് സലാം പറയുകയാണ്. ശേഷം അതാ അദ്ദേഹം ചില ചോദ്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ? നബിയെ ഒന്ന് പറഞ്ഞു തരുമോ, എന്താണ് ദുനിയാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, എന്താണ് ദുനിയാവെന്ന് പറഞ്ഞാലോ എന്നതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. അതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം പോലെയാണ്. അതാവിടുന്ന് വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് പരലോകമെന്ന് പറഞ്ഞു തരുമോ? പരലോകത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതാവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു വിഭാഗം നരകത്തിലേക്ക് പോവുകയാണ്, മറുവിഭാഗമുണ്ടല്ലോ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഇതാണ് പടച്ച തമ്പുരാന്റെ പരലോകമെന്ന്, അല്ലാഹുവിന്റെ പരലോകമെന്ന് അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ അതാ വീണ്ടും ചോദിക്കുന്നു, എന്താണ് സ്വർഗമെന്ന് പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദുനിയാവിനെ ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ, ഈ ദുനിയാവിനെ ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ, അവനിക്ക് നാളെ പടച്ചുറപ്പ് പരലോകത്ത് പകരമായിട്ട് കൊടുക്കുന്നതാ. അവനിക്ക് നാളെ പടച്ചുറപ്പ് ദുനിയാവിനെ ഉപേക്ഷിച്ചതിന് പകരമായിട്ട് കൊടുക്കുന്നതാണ് എന്നതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വർഗത്തിന്റെ വില എന്താണെന്നറിയോ? അത് ദുനിയാവിനെ ഉപേക്ഷിക്കലാണ്, ഉപേക്ഷിക്കലാണ്. ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളോ, ഈ ദുനിയാവിന്റെ സൗന്ദര്യങ്ങളോ, ഈ ദുനിയാവിന്റെ പളപളപ്പിന്റെ മുമ്പിൽ പടച്ചുറപ്പേ നമ്മൾ ആനന്ദമായിട്ട് നടക്കുമ്പോൾ, ഈ പറയുന്ന ഞാനും നിങ്ങളും അവിടുന്ന് ആവേശത്തോടെ ദുനിയാവിനെ ചേർത്തിട്ട് നടക്കുമ്പോൾ റസൂലുള്ള അവിടുന്ന് പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിന്റെ വിലയെന്ന് പറയുന്നത്, പടച്ചുറപ്പേ അത് സ്വർഗത്തിന്റെ വിലയെന്ന് പറയുന്നത് ദുനിയാവിനെ ഉപേക്ഷിക്കലാണ്. വീണ്ടും അതാ അവിടുന്ന് വന്നവർ ചോദിക്കുകയാണ്, നരകത്തെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്താണെന്നറിയോ? ഈ ദുനിയാവിനെ ആരാണ് തേടുന്നത്? ഈ ദുനിയാവിനെ ആരാണ് ഇഷ്ടപ്പെടുന്നത്? ദുനിയാവിനെ ആരാണ് ഹൃദയത്തോട് ചേർത്ത് കൊണ്ട് നടക്കുന്നത്? അവനിക്ക് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ് ഈ നരകമെന്ന് പറയുന്നത്. ഈ നരകമെന്ന് പറയുന്നത് വീണ്ടും അതാ അവിടുന്ന് ചോദിക്കുകയാ,
ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ഉത്തമമായ കാര്യത്തെ കുറിച്ചിട്ട് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ നബിയേ? റസൂലുള്ള അവിടുന്ന് പഠിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ വഴിപ്പെടലാണ്, പടച്ചു തമ്പുരാന് വഴിപ്പെടലാണ്. പിന്നെയും അതാവിടുന്ന് ചോദിക്കുകയാണ്, ദുനിയാവിൽ ഒരാൾ ജീവിക്കേണ്ട വിധം ഒന്നവിടെ നിന്ന് പറഞ്ഞു തരുമോ നബിയെ? അതാവിടുന്ന് പറയുന്നു, ഇവിടെ നമ്മൾ കഴിയേണ്ടതൊരു യാത്രാ സംഘത്തെ പോലെയാണ്. ദുനിയാവിൽ നമ്മൾ കഴിയേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ഒരു യാത്രാ സംഘത്തെ പോലെയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് ആ യാത്രയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു പോകും അല്ലേ? നമ്മൾ വയനാട്ടിലേക്ക് ഒരു യാത്ര പോയി, അല്ലെങ്കിൽ നമ്മൾ ഊട്ടിയിലേക്ക് ഒരു യാത്ര പോയി, നമ്മൾ കാലാകാലം അവിടെ താമസിക്കാൻ വേണ്ടി പോയവരാണോ? അല്ല, നമ്മൾ അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോയവരാണ്. ഈ ദുനിയാവിലും അങ്ങനെ തന്നെ. ഏതു സമയത്ത് വേണമെങ്കിലും നമ്മുടെ വാഹനം വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും, എപ്പോ വേണമെങ്കിലും പോകാം എന്നുള്ളൊരു നെയ്യത്തോടു കൂടെ എൻ്റെ പ്രിയമുള്ളവരെ ദുനിയാവിൽ ജീവിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒരു യാത്രാ സംഘത്തെ പോലെയാണ് കഴിയേണ്ടത്. അവനിവിടെ സ്ഥിരവാസക്കാരനല്ല, ഏത് സമയത്ത് വേണമെങ്കിലും പടച്ചവനെ അവിടുന്ന് കടന്നു പോകാം എന്നുള്ള തീരുമാനത്തോടുകൂടെ, എന്നുള്ള ചിന്തയോടുകൂടെയാണ് ദുനിയാവിൽ കഴിയേണ്ടത്. വീണ്ടും അതാ അവിടുന്ന് ചോദിക്കുകയാണ്, എത്ര കാലം ദുനിയാവിൽ താമസിക്കാം? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഒരു യാത്രാ സംഘത്തിൽ നിന്ന് എപ്പോഴാണോ പിന്തുടരുന്നത്, അവിടുന്ന് എപ്പോഴാണോ പിന്തുന്ന സമയം, ആ പിന്തുന്ന സമയമുണ്ടല്ലോ, ആ സമയമാണ് ദുനിയാവിൽ നമുക്ക് കഴിയേണ്ടത്. വീണ്ടും അതാ അവിടുന്ന് ചോദിക്കുന്നു, ദുനിയാവിനും ആഖിറത്തിനും ഇടയിലുള്ള സമയത്ത് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ നബിയേ? പടച്ചവനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു കണ്ണ് ചിമ്മിയിട്ട് നമ്മളിങ്ങനെ തുറക്കുന്ന സമയമുണ്ടല്ലോ, പടച്ച റബ്ബേ, കണ്ണിങ്ങനെ ചിമ്മുന്ന സമയമാണ്. നമ്മുടെ കണ്ണൊന്നിങ്ങനെ തുറന്നു വെച്ച് കണ്ണിങ്ങനെ ചിമ്മൂലേ, ആ ചിമ്മുന്ന സമയമാണ് ദുനിയാവിനും ആഖിറത്തിനും ഇടയിലുള്ള സമയമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത് മനസ്സിലാക്കിയാൽ ദുനിയാവിന് നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയോ? ദുനിയാവ് ആരിക്കുള്ളെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? ആർക്കാണ്? അല്ലാഹുവേ, നരകത്തിന്റെ അവകാശികൾക്കുള്ളതാണ് ദുനിയാവ്. ദുനിയാവിന്റെ സൗന്ദര്യവും ദുനിയാവിന്റെ സൗകര്യവും ഒക്കെ അവരാണ് ആസ്വദിക്കുന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ഇതും ചോദിച്ചിട്ട് ഇതിന്റെ ഉത്തരം കിട്ടി സലാം പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടുന്ന് കടന്നുപോയി. ഉടനെ ജാബിർ റളിയല്ലാഹു തആല അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ആ കടന്നു വന്ന ആഗതൻ പോയ ശേഷം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, സ്വഹാബായി കടന്നു വന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതാവിടുന്ന് സ്വഹാബത്ത് പറയുന്നു, ഇല്ല നബിയേ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, സ്വഹാബാ, അത് ജിബ്രീലായിരുന്നു സ്വഹാബാ. ഈ ദുനിയാവിനെ കുറിച്ചിട്ടോ, ഈ ദുനിയാവിന്റെ അവസ്ഥയെ കുറിച്ചിട്ടോ, ആഖിറത്തെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കടന്നു വന്നതാണ് സ്വഹാബാ
എന്നത് അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിനെ കുറിച്ചാണ് നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. പരലോകമെന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാണ്? പരലോകത്ത് സുഖം ആർക്കുള്ളതാണ്? ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞവനാ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. അതാ തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവിടെ നിന്ന് പറയുന്നത് കാണാം. ദുനിയാവെന്ന് പറയുന്നത് ഒരു ചതിക്കുന്ന ചരക്കാണ്. പടച്ചറബേ, ഒരു ചെറുപ്പക്കാരനതാ അല്ലാഹുവേ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് കണ്ട് നടക്കുന്നവരെ അല്ലാഹുവേ മഹാനായ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ആഖിറത്തിലേക്ക് നാളെ കടന്നു ചെല്ലണമെന്ന് ആഗ്രഹമില്ലാതെ പടച്ചറബേ എന്റെ മുമ്പിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം കടന്നു വരുമല്ലോ. പടച്ചവനെ, ഒരു ദിവസം കടന്നു വരുമല്ലോ. പടച്ചറബേ, എന്റെ മുമ്പിലേക്ക് അസ്റായീൽ കടന്നു വരുമല്ലോ. മരണത്തെ ഞാൻ നേരിടുമല്ലോ. എനിക്ക് ഖബർ വരാനുണ്ടല്ലോ, ഹിസാബ് വരാനുണ്ടല്ലോ, മഹ്ശറയുണ്ടല്ലോ, സിറാത്ത് വരാനുണ്ടല്ലോ എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പടച്ചവനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ആഡംബരങ്ങളെ സുഖസുന്ദരമായ ജീവിതം നയിച്ചിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരാണോ? അതാ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തില് അതാ നമ്മോട് പറയുകയാ, പടച്ചവനെ, ഒരു മനുഷ്യനിങ്ങനെ അതാ സുബഹി കഴിഞ്ഞിട്ടോ അവൻ പ്രഭാതത്തിൽ പുറത്തിറങ്ങുകയാണല്ലോ. അവൻ പ്രഭാത സമയമായപ്പോൾ പടച്ചവനെ അവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ്. അവനിങ്ങനെ നടന്നു പോകുമ്പോൾ അവനിങ്ങനെ നടന്നു പോകാണ്. ആ സമയത്തതാ ഒരു ദൂരെ ഇങ്ങനെ നോക്കുമ്പോൾ പടച്ചറബേ നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല, നല്ല ആഭരണങ്ങൾ ധരിച്ചിട്ടില്ല, ദൂരെന്ന് കാണുമ്പോ കാണാൻ അഴകുള്ള ഒരു പെണ്ണിങ്ങനെ നിൽക്കുകയാണ്. പടച്ചറബേ ഇവന് വല്ലാത്ത ആഗ്രഹത്തോട് കൂടി ആ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ നടക്കുന്ന സമയത്ത് അതാ പെണ്ണും ഇങ്ങനെ ദൂരേക്ക് മറഞ്ഞുകൊണ്ടിരിക്കാൻ ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ പിന്നാലെ അങ്ങനെ നടന്നു. അങ്ങനെ ഒരുപാട് നടന്നു, ഒരുപാട് പോയി. അവസാനം പടച്ചവനെ ഇതാ സൂര്യനും ഇങ്ങനെ അസ്തമിക്കുകയാണ്. അത്രയും സമയം അവിടുന്ന് കഴിഞ്ഞല്ലോ. പടച്ചവനെ, സൂര്യൻ അസ്തമിക്കുന്ന സമയമായപ്പോൾ അതാ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ അടുത്തേക്ക് എത്തി. അതാ അവിടുന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അടുത്തങ്ങ് ചെന്ന് നോക്കുമ്പോ പ്രായം ചെന്നൊരു പടുകിളവിയാ. ഇതുപോലെയാണ് ദുനിയാവെന്ന് പറയുന്നത്. ദുനിയാവ് നമുക്ക് ദൂരെന്ന് കാണുമ്പോ, പുറമേന്ന് കാണുമ്പോ നല്ല നമുക്ക് ആവേശം തോന്നുമല്ലോ, അവിടുന്ന് വല്ലാത്ത സൗന്ദര്യം തോന്നുമല്ലോ, വല്ലാത്ത ആഡംബരമാണെന്ന് തോന്നുമല്ലോ. പക്ഷേ ദുനിയാവിന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ അതിന്റെ അവസ്ഥ നമുക്ക് പറയാൻ കഴിയുന്നത്. അത് ഒന്നും തന്നെ ഉള്ളതല്ല, പഠിച്ചവനെ എല്ലാം ചതിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയാൻ ദുനിയാവിനെ കുറിച്ചിട്ട് നമുക്ക് ദൂരെന്ന് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നും, ആനന്ദം തോന്നും. ഇവിടെ നമുക്ക് തന്നെ നോക്കുമ്പോൾ ദുനിയാവിന്റെ ആ നടത്തവും ദുനിയാവിന്റെ സൗന്ദര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ആ ദുനിയാവ് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ആ ദുനിയാവിനോട് നമ്മൾ അടുക്കുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ ആ ദുനിയാവ് നമ്മെ ചതിക്കുന്നൊരു വസ്തുവാണ് എന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇന്നല്ലാഹ ലം യഖ്ലുഖ് ഖൽഖൻ അബ്അദ മിനദ് ദുനിയാ وإنه لم ينظر إليها منذ خلقها
അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഈ ദുനിയാവിനേക്കാൾ ദേഷ്യമുള്ള മറ്റൊന്നിനെയും ഉണ്ടല്ലോ സൃഷ്ടാവായ പടച്ചു തമ്പുരാന് സൃഷ്ടിച്ചിട്ടില്ല. ഈ ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചോ, എന്നിട്ടോ ആ സൃഷ്ടിച്ചിട്ട് പിന്നീട് ദുനിയാവിന്റെ കാര്യങ്ങള്, ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിയിട്ടില്ലെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ദുനിയാവിൽ അല്ലാഹു കോപിച്ച വസ്തുവാണ്, ആഖിറമാണ് പ്രശ്നം. പടച്ച റബ്ബേ, ദുനിയാവെന്ന് പറഞ്ഞാൽ അല്ലാഹുക്ക് വല്ലാത്ത ദേഷ്യമാണ്. ദുനിയാവിന്റെ ആളുകളെ പടച്ച റബ്ബിന്റെ ദേഷ്യമാണ്. ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, എന്നിട്ട് ആ ദുനിയാവിന്റെ കാര്യത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിച്ചിട്ടില്ല, അവിടുന്ന് ദർശിച്ചിട്ടില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒന്നാലോചിക്കണേ നിങ്ങൾ, എത്ര വലിയ ഗൗരവമാണ് അപ്പൊ ദുനിയാവെന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് അന്നങ്ങട്ട് നോക്കിയതാണ്, പിന്നീട് അതിന്റെ കാര്യങ്ങളിലേക്ക് അല്ലാഹു ശ്രദ്ധിച്ചിട്ടില്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കണം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ദുനിയാവിന്റെ എല്ലാവിധ കൂട്ടുകെട്ടിൽ നിന്ന്, ദുനിയാവിന്റെ എല്ലാവിധ ശർറിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ കുറച്ച് സമയം ഒന്നിങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കണം, പടച്ചവനെ, പടച്ച റബ്ബേ, ദുനിയാവെന്ന് പറഞ്ഞാൽ ഇത് എന്ന് വേണമെങ്കിലും നശിക്കും, ആഖിറം എന്ന് പറഞ്ഞാൽ അത് നശിക്കാത്തതാണ് അല്ലെ? പടച്ചവനെ, അവിടെ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അവിടെ കിട്ടുന്ന കൊട്ടാരങ്ങളുണ്ടല്ലോ, അവിടെ കിട്ടുന്ന പാനീയങ്ങളുണ്ടല്ലോ, അവിടെ കിട്ടുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, പടച്ചറബ്, അവിടെ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് ദുനിയാവെന്ന് കിട്ടൂല. പടച്ചവനെ, അത് നീ ഞങ്ങൾക്ക് കൊണ്ടാ, എനിക്കത് കൊണ്ടാ എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഒരു നമസ്കാര ശേഷം ഇരുന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വലത് കൈ നമ്മുടെ ഇടത് ഭാഗത്ത്, മനസ്സിലായോ, നമ്മുടെ വലത്തെ കൈ ഇടത് ഭാഗത്ത് നെഞ്ചകത്ത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളത് പടച്ചവനോട് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ നമ്മൾ ഇരുന്നിട്ടത് ആലോചിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ കിട്ടുന്ന ഒരു സുഖണ്ട്. അങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിന് കിട്ടുന്ന വല്ലാത്തൊരു സുഖണ്ട്, വല്ലാത്തൊരു ആനന്ദമുണ്ട്. അല്ലാഹു അത് തരട്ടെ, അല്ലാഹു നമുക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദുനിയാവുമായിട്ട് നടന്നു കഴിഞ്ഞാൽ 4 നഷ്ടങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ദുനിയാവുമായിട്ട് നടന്നാൽ 4 നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, അവന്റെ ഖൽബിനകത്തുണ്ടല്ലോ പടച്ച റബ്ബേ, ഒരാള് പ്രഭാതത്തിൽ തന്നെ ദുനിയാവ് ലക്ഷ്യമാക്കിയിട്ട് അവന്റെ ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ നടന്നാൽ അല്ലാഹു അവന്റെ ഖൽബിൽ ഇതാ 4 കാര്യങ്ങൾ നിർബന്ധമാക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അതാ റസൂലുള്ളാഹി പറയുകയാ, ഹമ്മുല്ലാ യൻഖതിഉ അബദാ. ഒന്നാമത്തത് ഒരിക്കലും തന്നെ തീരാത്ത വല്ലാത്ത ടെൻഷൻ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. പടച്ചവനെ, ടെൻഷൻ മാറുന്നില്ലെന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവുമായിട്ടാണോ രാവിലെ തന്നെ നമ്മുടെ ചിന്തയെങ്കിൽ പടച്ചവനെ തീരാത്ത ടെൻഷനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, ശുഗലുൻ ലാ യതഫറഗു മിൻഹു അബദാ. ഒരിക്കലും തന്നെ തീരാത്ത ജോലികളാണ് അല്ലാഹു തആല നൽകുന്നത്. ഒരിക്കലും തീരൂല അവന്റെ പണി. അവനക്ക് തോന്നും, പടച്ച റബ്ബേ, ഇതെന്താണ് തീരാത്തത്, എന്തൊരു കഷ്ടപ്പാടാണിത്, എന്തൊരു പണിയാണിത് എന്ന് അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിപ്പോകും. ഞാൻ എടുത്തു കഴിഞ്ഞാലും അവനിക്ക് തിരക്കായ രീതിയിലുള്ള വർക്കുകൾ അവന്റെ മുമ്പിലേക്ക് വരും.
മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരിക്കലും തന്നെ ഐശ്വര്യം നേടാത്ത ഒരു ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടിപെടുകയാണ്. ഒരിക്കലും ഒരു ഐശ്വര്യം ഉണ്ടാവില്ല. പടച്ചോനെ ഒന്ന് ആലോചിക്കുക, ഒരു ഐശ്വര്യം അവന്റെ ജീവിതത്തിൽ അവനക്ക് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനത്തെ ദാരിദ്ര്യം അല്ലാഹു തആല കൊടുക്കും. എത്ര പണം കിട്ടിയാലും തികയില്ല, എത്ര സമ്പത്ത് കിട്ടിയാലും തികയാത്ത രീതിക്കുള്ള ദാരിദ്ര്യം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നാലാമത്തെ കാര്യം എന്തെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതാ അവിടുന്ന് പറയുന്ന അമലുല്ലാ യബ്ലുഗു മുൻതഹാഹു അബദാ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, ഒരിക്കലും തന്നെ പൂവണിയാത്ത സ്വപ്നങ്ങള് പടച്ചവനെ, ഒരിക്കലും തന്നെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, ഒരിക്കലും തന്നെ പൂവണിയൂല. നമ്മൾ പറയില്ലേ, പൂവണിയാത്ത സ്വപ്നങ്ങൾ. അവന്റെ സ്വപ്നങ്ങൾ എങ്ങനെയാണ്? അവനക്ക് നല്ല വീട് വേണം, നല്ല ജോലി വേണം, നല്ല വാഹനം വേണം, നല്ല രീതിയിൽ ജീവിക്കണം, സമ്പത്ത് നല്ലോണം വേണം. ഇതൊക്കെ അവന്റെ ആഗ്രഹമാണ്. മനസ്സിലായോ? അള്ളാഹുവിനെ അറിയാതെ ജീവിച്ചാൽ അള്ളാഹു തആല റാഹത്തുള്ളതൊന്നും നമുക്ക് തരൂല, സന്തോഷമുള്ളതൊന്നും അല്ലാഹു തആല നമുക്ക് നൽകില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി ദുനിയാവിനെ എന്ന ചിന്ത, ദുനിയാവ് എന്ന ചിന്ത ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മരണസമയത്ത് തന്റെ കൂട്ടുകാർക്ക് അവിടുന്ന് വസിയത്ത് തേടിയിട്ട് കടന്നു വന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് തന്റെ കൂട്ടുകാർ അവിടുന്ന് വസിയത്ത് തേടിക്കൊണ്ട് കടന്നു വന്നപ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് മരണത്തിന്റെ സമയത്താണ്. പടച്ചവനെ, വല്ലാതെ ഇങ്ങനെ കിടപ്പിലായി കിടക്കുന്ന സമയത്താണ് തന്റെ കൂട്ടുകാരെല്ലാവരും കടന്നു വരുന്നത്. എന്നിട്ടതാ അവിടുന്ന് ചോദിക്കുന്നു, തങ്ങളെ, ഞങ്ങൾക്കൊരു വസിയത്ത് നിങ്ങൾ തരുമോ? പടച്ചവനെ, ഇതവിടെന്ന് പറയുമ്പോൾ അതാ അവിടുന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഏറ്റവും വലിയ വസിയത്ത് എന്താണെന്നറിയോ? ഇന്നിതാ ഞാനിവിടെ മരണത്തിന്റെ വേളയില് സക്കറാത്തിന്റെ ഹാലിൽ ഇതാ ഇവിടെ കിടക്കുകയാണ്. ഒരിക്കലും തന്നെ ഈ കിടത്തത്ത് നിങ്ങൾ മറന്നു പോകരുത്. ഇതിൽ നിന്ന് നിങ്ങളും തന്നെ ഒരിക്കലും തന്നെ ഒഴിവാകുന്നതല്ല. എന്റെ ഖബറിലേക്ക് വെച്ച ശേഷം പടച്ചവനെ, എന്റെ കല്ലുകളെല്ലാം മൂടിക്കഴിഞ്ഞാൽ അല്ലാഹുവേ, ആ കല്ലുകളെല്ലാം നിങ്ങൾ ഉയർത്തിയിട്ട്, ആ കല്ലുകളെല്ലാം നിങ്ങൾ ഉയർത്തിയിട്ട് എന്റെ ഖബറിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ. പടച്ച റബ്ബേ, എന്റെ ഖബറിന്റെ അകത്തളത്തിൽ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഇത്രയും കാലം ഞാൻ കഴിഞ്ഞു പോയിട്ട് എന്റെ ഖബറിലേക്ക് ഞാൻ എന്താണ് കൊണ്ടുപോയിട്ടുള്ളത്? എന്റെ ഖബറിന്റെ ഉള്ളിലെ പടച്ചവനെ എന്താണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളതെന്ന് അതാവിടെന്ന് നിങ്ങളൊന്ന് നോക്കണമെന്ന് അതാവിടെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അതാ തന്റെ ജനതയോട് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഉമ്മാ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് സമ്പത്ത് വേണം, ഒരുപാട് ദുനിയാവിന്റെ കാര്യങ്ങൾ നേടാനുണ്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പടച്ചവനെ നമ്മളെല്ലാവരും കടന്നു പോകുമ്പോ അല്ലാഹുവേ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജനതയ്ക്ക് കൊടുക്കുന്ന മറുപടിയാണ്, ഞാൻ ഈ മരണസമയമുണ്ടല്ലോ, ഈ സമയം ഇതാ നിങ്ങൾക്കും കടന്നു വരുമല്ലോ. ഒരിക്കലും തന്നെ നിങ്ങൾ മറന്നു കളയരുത്. ഈ കടത്തം നിങ്ങളുടെ മുമ്പിലേക്കും വരുന്നതാണെന്ന് നിങ്ങൾ മറക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല
റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്, പടച്ച റബ്ബേ പിന്നെ പറഞ്ഞ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ, ഞാനങ്ങ് മരിച്ചിട്ട് എന്നെ ഖബറിലേക്ക് അങ്ങ് വെച്ചാൽ എന്റെ ഖബറിന്റെ മീതെയുള്ള എല്ലാ പലകകളുണ്ടല്ലോ, ആ പലകകൾ നിങ്ങൾ എടുക്കണേ. എന്നിട്ട് എന്റെ ഖബറിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ. ഈ ദുനിയാവിൽ നിന്ന് ഞാൻ എന്താണ് എടുത്തിട്ടുള്ളത്, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ എന്താണ് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്കണേ എന്ന് മഹാനായ തങ്ങൾ അവിടെ നിന്ന് പറയാൻ. എന്താ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ദുനിയാവെന്ന് കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും ഒന്നും തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ അല്ലാഹു തആല ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ കുറച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഞാനും നിങ്ങൾ ശ്രമിക്കാം. അല്ലാഹു തആല നമുക്ക് അതിന്റെ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തുരിക്കമുകളിലൂടെ കടന്നു പോകുന്നത് നമുക്കൊക്കെ വല്ലാത്ത വിഷമാണ്, വല്ലാത്ത രോഗങ്ങളാണ്, കടങ്ങളാണ്, അല്ലേ? നമ്മൾ അങ്ങനെ പറയാറുണ്ട്, ഉസ്താദേ കടമാണ്, രോഗമാണ്, വല്ലാത്ത വിഷമാണ്. എന്നാൽ നമ്മൾ ഭക്ഷണത്തിന്റെ രീതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം എല്ലാ രോഗങ്ങൾക്കും ശരീരത്തിന്റെ എല്ലാവിധ വിഷമങ്ങൾക്കും എന്റെ പ്രിയമുള്ളവരെ പരിഹാരം ഉണ്ടാകും. പിന്നീട് പടച്ച തമ്പുരാൻ നമുക്ക് തരുന്ന രീതികളുണ്ട്, അല്ലേ? അതുകൊണ്ട് എന്താവും, ചില രോഗങ്ങളും വിഷമങ്ങളും ബാധ്യതകളൊക്കെ നമുക്ക് എന്താകും വരും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ചിലത് നമ്മളെ ഏകദേശം 100-ൽ 90% അസുഖവും നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. ഭക്ഷണത്തിന്റെ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഭക്ഷണ കൺട്രോളില്ലാത്ത രീതിക്കുള്ള കഴിക്കൽ കൊണ്ടാണ് എന്ന് 100% നമുക്ക് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് മദീനയിലേക്ക് എത്യോപ്യയിൽ നിന്ന് ഒരുപാട് ഡോക്ടർമാർ കടന്നു വന്നു. എന്നിട്ട് അവിടെ നിന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയേ, നിങ്ങൾ ഈ സ്വഹാബത്തുണ്ടല്ലോ, പടച്ച റബ്ബേ, ഞങ്ങൾ എല്ലാവരും കടന്നു വന്നത് ഞങ്ങൾക്ക് ഒരുപാട് രോഗികളെ കിട്ടും, അതിലൂടെ ഞങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടി കടന്നു വന്നവരാണ്. പക്ഷേ മദീനയിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം രോഗികളാരുമില്ല. പടച്ചവനെ, ഒരാൾ തന്നെ പടച്ച റബ്ബേ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നില്ലെന്ന് പറയുമ്പോൾ അതാവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ സ്വഹാബത്ത് എന്താണ് ചെയ്യുന്നത്, അതിന്റെ കാരണമൊന്ന് വെളിപ്പെടുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയമുള്ളവരെ, എന്റെ സ്വഹാബത്ത് ഇന്ന് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് നോമ്പാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഭക്ഷണം കഴിച്ചാൽ എന്റെ സ്വഹാബത്തിന്റെ നാളെ എന്തായിരുന്നു? നോമ്പാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വഹാബത്തിന് രോഗം പിടിപെട്ടിരുന്നില്ല എന്നും നമുക്കുണ്ടാകുന്ന ഈ രോഗങ്ങളുണ്ടല്ലോ, നിത്യമായിട്ട് കടന്നു വരുന്ന രോഗങ്ങൾ, അതുണ്ടായിട്ടില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, നമ്മള് വയറ് നിറച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും, അല്ലെ? ഭക്ഷണം കഴിക്കേണ്ട രീതിയുണ്ട്. ഭക്ഷണത്തെ നമ്മുടെ വയറിലെ 1/3 ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിന് വേണ്ടിയിട്ട്, 1/3 ഭാഗം ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, 1 ഭാഗം നമ്മൾ ഒഴിച്ചിടണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മളതൊന്നും കാട്ടില്ല, നമ്മളെന്താ അങ്ങനെ നിറക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയറിനേക്കാൾ മോശമായ ഒരു പാത്രം ഒരു മനുഷ്യനെന്താകിട്ടില്ല, നിറച്ചിട്ടില്ല, അല്ലെ? മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായത് എന്താണ്? അവന്റെ വയറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മനസ്സിലായ? അപ്പോ നമ്മൾ നമ്മുടെ വയറെന്ന് പറയുന്ന പാത്രം അതിലേക്ക് അങ്ങനെ പോണുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് നിറയോളം നമ്മൾ എന്ത് ചെയ്യണ്ട, കുത്തിയിട്ട് അങ്ങനെ ഇറക്കി വിടണ്ട. അത് ഇറക്കി വിടുന്നത് വല്ലാത്തൊരു വിപത്തിലേക്കാണ്, രോഗത്തിലേക്കാണ് മനുഷ്യരായ നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതാ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാന്മാർ പഠിച്ചവനെ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് റആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന അകൂനു ഫീ യൗമിൻ മർറതൈൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം ഒന്നിലധികം തവണ, 2 തവണ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട് അവിടുന്ന് റസൂലുള്ളാഹി കാണാൻ. അവിടുന്ന് 2 തവണ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിട്ട് റസൂലുള്ളാഹി കാണാൻ. അതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട ഉടനെ അത് കണ്ടപ്പോ ചോദിച്ച കാര്യം എന്തെന്നറിയോ? യാ ആയിഷ ഇത്തഖദതി ദുനിയാ ബത്തുനകി. ഏ ആയിഷ, ഈ ദുനിയാവിനെ മുഴുവനുമുണ്ടല്ലോ നിന്റെ വയറിലേക്ക് നീ നിറക്കുകയാണോ? അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ശരിക്കുള്ള ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ, നമ്മൾ അരിഭക്ഷണം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതുണ്ടല്ലോ, നമുക്കത് കഴിയൂല. കാരണം നമുക്കെന്തായി അങ്ങനെ ശീലായിട്ട് വന്നു അല്ലെ. നമുക്ക് 3 നേരം നമ്മൾ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ശീലായിട്ട് വന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന്റെ രീതി ഏകദേശം നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുക, കുറച്ച് സമയം ഒരു നേരത്തിന് നല്ല ഭക്ഷണം കഴിക്കുക, പിന്നീട് നമ്മൾ ഫ്രൂട്ട്സുകള് അതുപോലുള്ള കാര്യങ്ങള് അങ്ങനെയൊക്കെ ശരിക്കും നമ്മളിങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തില്ല, വല്ലാത്ത അസുഖങ്ങളൊന്നും നമുക്ക് വരൂല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വകുലു വശ്റബു വലാ തുസ്രിഫു. അല്ലേ, നിങ്ങൾ കുടിച്ചോളൂ, നിങ്ങൾ തിന്നോളൂ, പക്ഷേ അമിതമാക്കരുത് എന്നും. നമ്മൾ നല്ലോണം വയറിങ്ങനെ നിറച്ചിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ എന്താകും നമ്മുടെ ശരീരത്തിന് വരും. അപ്പൊ അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണത്തിന് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പഥ്യം നമ്മൾ വെച്ചിട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ക്രമീകരണം നമ്മൾ കൊണ്ടുവരിക എന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു ഉപകാരത്തിന് ഒരു വഴി. നമ്മൾ നമ്മുടെ കാര്യം നോക്കണ്ടേ അല്ലേ? കിട്ടുന്ന പണം മുഴുവനും ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ക്യാൻസറും ട്യൂമറും ബ്ലഡ് ക്യാൻസറും അല്ലെ, അസ്ഥിരോഗങ്ങളും, അതേപോലെ തന്നെ വയറ്റിനകത്തുള്ള മറ്റു പുണ്ണ്, ഗ്യാസ്, അതേപോലെ തന്നെ എല്ലാ അസുഖങ്ങളും പിടിപെട്ടിട്ടുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ, നമുക്കൊക്കെ അല്ലാഹു തആല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇരുലോക വിജയികൾ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.